നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുമെന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാമെന്നും വിദഗ്ധർ അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പുക്കരത്തറ പടിഞ്ഞാറുമുറി കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ കാറ്റിൽ പുളിമരം വീണ് തൊഴുത്ത് തകർന്ന് 3 പശുക്കൾക്ക് പരിക്കേറ്റു. പശു വളർത്തി ഉപജീവനം നടത്തുന്ന വെള്ളാട്ട് ഗോപാലകൃഷ്ണന്റെ പശുക്കൾക്കാണ് പരിക്കേറ്റത്. DFA അസോസിയേഷൻ പ്രവർത്തകരായ മുഹമ്മദ് കുട്ടി, ബിന്ദു, മുത്തു, ബാലകൃഷ്ണൻ, പെരുമ്പടപ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ ഫാസിർ എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി. 9 മാസം ഗർഭിണിയായ ഒരു പശുവിന്റെ പരിക്ക് ഗുരുതരമാണ്. ഏറെ പണിപ്പെട്ടാണ് മരത്തിന്റെ അടിയിൽ നിന്നും പശുക്കളെ മാറ്റിയത്. നാട്ടുകാരായ ബാവ, പുഷ്പാകരൻ, ബാലൻ, വിജയൻ തുടങ്ങിയവർ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ 2 പശുക്കളെ കൂടുതൽ പരുക്കുകളില്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞു. ക്ഷീരകർഷകനായ ഗോപാലകൃഷ്ണന് എത്രയും പെട്ടെന്ന് സർക്കാർ സഹായം നൽകണമെന്ന് നാട്ടുകാരും ക്ഷീരകർഷകരും പറഞ്ഞു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിന് നടപടികളായി ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. MLAയുടെ നേതൃത്വത്തിൽ ഓർച്ചാർഡിൽ സന്ദർശനം നടത്തി. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡാണ് നവീകരണത്തിന് ഒരുങ്ങുന്നത്. 25 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് സെൻട്രൽ ഓർച്ചാർഡ്. സ്ഥാപനത്തിന്റെ സമഗ്ര നവീകരണത്തിനായി സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവൃത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ ഓർച്ചാർഡിൽ സന്ദർശനം നടത്തി. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ KLDC മുഖാന്തരമാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുകയെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പരമാവധി എല്ലാ നവീകരണ പ്രവൃത്തികളും ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് കൂടിയാണ്. 25 ഏക്കറോളം സ്ഥലമുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ഇത് നവീകരിക്കാനും ഭാവിയിലെ ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു ബഡ്ജറ്റിൽ 5 കോടി രൂപ. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ലാൻഡ് ഡെവലപ്മെന്റ് അടക്കം അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ഫാമിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ ഫണ്ടിൽ നടക്കും. KLDC മുഖാന്തരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൃഷി വകുപ്പിന്റെ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ്. അപ്പം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അറിയാനും പൊതുവായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒരു ഇടം എന്നുള്ള നിലക്കും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന മാർഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാക്കിയിട്ട് ഇതിനെ മാറ്റുക, പരിവർത്തിക്കുക എന്നുള്ളതാണ്. ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടി പരിശോധിക്കും. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പട്ടാമ്പി പോലീസ് പിടികൂടി. കോടലൂർ സ്വദേശി മുഹമ്മദ് അൻസാരിയെയാണ് അറസ്റ്റ് ചെയ്തത്. മാരക മയക്കുമരുന്നായ MDMAയുമായാണ് പട്ടാമ്പിയിൽ പോലീസ് യുവാവിനെ പിടികൂടിയത്. കോടലൂർ പതിയിൽ വീട്ടിൽ 24 വയസ്സുകാരനായ മുഹമ്മദ് അൻസാരിയെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി ഉമയ്ക്കുന്നിൽ നടത്തിയ പെട്രോളിംഗിനിടെയാണ് ഇയാളെ 3.5 ഗ്രാം മയക്കുമരുന്നുമായി പിടികൂടിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. ഓപ്പറേഷൻ ഡിഫണ്ടിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്. ബാലസൗഹൃദ പഞ്ചായത്താകാൻ ഒരുങ്ങി വിളയൂർ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലും വിദ്യാലയങ്ങളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസൗഹൃദമാകുവാനൊരുങ്ങി വിളയൂർ ഗ്രാമപഞ്ചായത്ത്. 4 ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കി വരികയാണ്. ഇതോടനുബന്ധിച്ചാണ് പഞ്ചായത്ത് ഓഫീസിലും വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, എടപ്പലം ഹൈസ്കൂൾ, എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചത്. കുടുംബത്തിലും പൊതുയിടങ്ങളിലും സ്ഥാപനങ്ങളിലും കുട്ടികളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെയും ശിശു സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനം. ആഴ്ചയിലൊരിക്കൽ പെട്ടികൾ തുറന്ന് പരിശോധിക്കും. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ, അവരുടെ ആവശ്യങ്ങൾ പറയാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. അതിനൊരു പരിഹാരം കാണുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടാണ് ഇവിടെ
ഇത്തരത്തിലൊരു ബോക്സ് സ്ഥാപിക്കുന്നത്. ഇതൊരു പരാതി മാത്രം ബോധിപ്പിക്കാനുള്ള ബോക്സായിട്ട് മാറരുത്. അഭിപ്രായങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം. ഒപ്പം തന്നെ നമ്മൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാനുള്ള ഒരു സാഹചര്യം ആ ബോക്സിൽ ഉണ്ടാകണം. പേര് വെച്ചുകൊണ്ടും പേര് വെക്കാതെയും പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. പേര് വെച്ചില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല, പേര് വെക്കാതെ ആണ് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ അത് വെറുതെ ബോക്സിൽ കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ആ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്ത് നടത്താൻ സ്കൂളിലുള്ളവരും സ്കൂളിന് പുറത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ ICDS സൂപ്പർവൈസർ അവര് സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ICDS സൂപ്പർവൈസർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കുക. തീർച്ചയായിട്ടും അവരുടെ കൂടി വലിയൊരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ യാഥാർത്ഥ്യമാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ICD സൂപ്പർവൈസർ ജയശ്രീ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, കൊപ്പം SI അനന്തകൃഷ്ണൻ, പ്രധാന അധ്യാപിക നിഷ, AK ഉണ്ണികൃഷ്ണൻ, മറ്റു മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂരിൽ നടന്ന സംസ്ഥാനതല അബാക്കസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കിയ ചാലിശ്ശേരിയിലെ 20ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ ഇൻസ്പയർ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ VS ശിവാസ്, ഷഹന അലി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, ഇൻസ്പയർ അക്കാദമി ഡയറക്ടർ ജംഷീദ് ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. സമ്മാനദാനവും നടത്തി. അബാക്കസ് അധ്യാപകരായ നെസി അനീഷും K അമൃതയും നേതൃത്വം നൽകി. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം വിതരണം ചെയ്തു. സമിതിയുടെ സപ്പോർട്ട് പദ്ധതിയിൽ നിന്നും തൃത്താലയെയും കൂട്ടുപാതയിലെയും 2 വ്യാപാരി കുടുംബങ്ങൾക്കുൾപ്പെടെ ജില്ലയിൽ 4 വ്യാപാരി കുടുംബങ്ങൾക്കാണ് ചെക്ക് കൈമാറിയത്. 4 വ്യാപാരി കുടുംബങ്ങൾക്ക് 40 ലക്ഷം രൂപ നൽകി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതി സപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചെക്ക് കൈമാറി വിതരണം ചെയ്തു. ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട 4 വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള 40 ലക്ഷം രൂപ ധനസഹായ വിതരണവുമാണ് നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ചന്ദ്രൻ സ്വാഗതവും ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് P അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി 800 പേർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ ഭാരവാഹികളായ KK ഹരിദാസ്, TP ഷക്കീർ, മുസ്തഫ മുളയങ്കാവ്, T രമേഷ് ബേബി, CV ജെയിംസ്, TP സക്കറിയ, ബാസിദ് മുസ്ലിം, ഷെയ്ഖ് ചിന്നാവ, സുന്ദരരാജ് കോങ്ങാട്, MPM മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് +2 പരീക്ഷയിലെ തിളക്കമാർന്ന വിജയം. ഇരട്ടി മധുരമായി. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന വിദ്യാലയം SSLC പരീക്ഷയിലും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഈ വർഷം 172 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 151 പേർ വിജയിച്ചു. 87.8% വിജയം. 5 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. യാതൊരുവിധ ഗ്രേസ് മാർക്ക് ആനുകൂല്യങ്ങൾ ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ പട്ടികയിൽ 41ാം സ്ഥാനത്ത് നിന്നിരുന്ന സ്കൂൾ ഈ വർഷം 9ാം സ്ഥാനത്തെത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഠിനമായ പരിശ്രമവും PTA, SMC, MPTA അംഗങ്ങളുടെ സഹകരണവുമാണ് തിളക്കമാർന്ന വിജയത്തിനിടയാക്കിയതെന്ന് പ്രിൻസിപ്പാൾ KB പ്രീത, PTA പ്രസിഡന്റ് VG സുനിൽ എന്നിവർ പറഞ്ഞു. 1ാം വർഷം മുതൽ തന്നെ നമ്മൾ ഇതിനുള്ള പ്ലാനിങ്ങുകൾ തുടങ്ങി ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനുണ്ടായിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള എൻ്റെ കൂടെ നിന്നിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു ബാച്ചായിരുന്നു ഞങ്ങൾക്ക്. അതേപോലെ തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അധ്യാപകരാണ്. ഒരു ടീം തന്നെ പറയാം. ആ ടീമിന്റെ ഒരു വിജയം കൂടിയിട്ടാണ്. എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കുന്ന PTA, SMC, MPTA ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് എന്തിനും അഭിനന്ദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു വിജയമാണ്. വരവൂർ പഞ്ചായത്തിന്റെ ആശംസ വൈസ് പ്രസിഡന്റ് KK ബാബു അറിയിച്ചു. പല പരിമിതികളുമുണ്ട്. കെട്ടിടത്തിന്റെ
പ്രയാസമുണ്ട്. അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന്റെ പ്രയാസമുണ്ട്. പ്രധാനപ്പെട്ടും കുട്ടികളെല്ലാം അഡ്മിഷന് വേണ്ടി ആദ്യം ശ്രമിക്കുക ടൗൺഷിപ്പിലേക്കാണ്. അപ്പോൾ ഒരു പിന്നോക്ക പ്രദേശം എന്ന നിലയ്ക്ക് കുട്ടികൾ ഇവിടെ പിറകിലാണ് വരാറ്. എങ്കിലും നല്ല വിജയം കൈവരിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വരവൂരിലെ +2 എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വരവൂരിലെ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് അതിന് നേതൃത്വം കൊടുത്ത പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർ, അതിനോട് സഹകരിച്ച വിദ്യാർത്ഥികൾ, അതിനെല്ലാം നേതൃത്വം കൊടുത്ത PTA, MPT എല്ലാവരെയും, SMC എല്ലാവരെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, അധ്യാപകരായ സിന്ധു M നാരായണൻ, V രേണുക, ജയകുമാരി എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയനു കീഴിലെ മികച്ച NCC കേഡറ്റുകൾക്കും സീനിയർ NCC ഓഫീസർമാർക്കും ആദരം നൽകി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയന് കീഴിലെ മികച്ച NCC കേഡറ്റുകളെയും സീനിയർ NCC ഓഫീസർമാരെയുമാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങിലേക്ക് എത്തിയ റിട്ടയർഡ് കേണൽ സതീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ A അശോക് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. പ്രിൻസിപ്പൽ CD ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ വേഴ്സ് ഏറ്റവും യൂസ് ചെയ്ത കുട്ടിയാണ് അനഘ. ആ വലിയ സമയത്ത് കുട്ടികൾ ഡ്രീമിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാ ഡ്രീംസും ഉണ്ടാവണം, നിങ്ങൾക്ക് കാണണം, അച്ചീവ് ചെയ്യണം. ഇതൊക്കെ ആ സംസ്കാരം പറയാൻ കഴിയും. ഇപ്പോൾ അതുപോലെ തന്നെ മാധവ് ഇപ്പോൾ പറഞ്ഞാൽ 2 മക്കളുടെ തന്നെ അത്ര അടുത്ത 2 കുട്ടികളാണ്. അവർ ഡിസ്പ്ലേ മാത്രമല്ല, അവരുടെ ആ പഠിച്ച വർഷം മാധവ് 5 വർഷം അങ്ങനെ 3 വർഷം കഴിച്ചു. ഇവരുടെ എല്ലാവരും അറിയും കുട്ടികൾ. അവരുടെ ആ പെരുമാറ്റ രീതിയാണ് അവർ കാണിച്ച ഡിസിപ്ലിൻ ലൈഫ് എല്ലാ കാര്യത്തിലും പെരുമാറ്റത്തിനും ലീഡർഷിപ്പിനകത്ത് മോട്ടിവേഷൻ എല്ലാവരും ടോപ്പായിരിക്കും. 2 പേരും ഇപ്പോൾ ഞാൻ കാണുന്ന നഫീസിനാണ് സ്പോർട്സ് കുട്ടികൾ നാഷണൽ അവാർഡ് അത്രയും വൈബ്രന്റ് ആണ് നഫീസ്. എത്തുന്ന ഉറപ്പാണ്. പട്ടണിക്ക് അറിയാം, ഞാൻ പേരെക്കുറിച്ച് പറയുന്നില്ല. NCC നമ്മുടെ യൂണിറ്റ് തന്നെ. CN ഭവദാസനുണ്ണി അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫ്സിന്റെ ആഭിമുഖ്യത്തിലാണ് 9ാമത് ബെസ്റ്റ് കാഡറ്റ് അവാർഡ് വിതരണവും 80 വയസ്സ് തികഞ്ഞ മുൻ NCC ഓഫീസർമാരായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഭവദാസനുണ്ണി, നാപ്പുണ്ണി, ബാലചന്ദ്രൻ, ലക്ഷ്മണൻ മുതലിയാർ എന്നിവരെ ആദരിക്കുകയും ചെയ്തത്. ബെസ്റ്റ് കാഡറ്റുകളായ PK റഫ്ഷാൻ റഹ്മാൻ, PM അനഘ, AM റോഷൻ, M വൈഗ എന്നിവരെയും ആദരിച്ചു. ഡോക്ടർ P അബുപതിയിൽ, ബാലകൃഷ്ണൻ എഴുന്നോന്തല, P ഗോവിന്ദദാസ്, A ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ A പ്രമോദ്, ചിത്രമേഘൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CPI തൃത്താല മണ്ഡലം സമ്മേളനത്തിന് കൂറ്റനാട് തുടക്കമായി. ബാലൻ മാസ്റ്റർ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. ധനീഷ് അരേഗത്ത്, ET ഹൈദ്രോസ്, പ്രജിത എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കളായ OK സൈദലവി, സുമലത മോഹൻദാസ്, KC ജയപാലൻ, P നൌഷാദ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇനി നവമാധ്യമ കാഴ്ച. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം കിട്ടണമെന്ന് കരുതിയാൽ എത്ര റിസ്ക് എടുത്തും അതിന് പിന്നാലെ പോകും. ഇവിടെ ഈ വിരുദ്ധൻ മീനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. പാത്രമംഗലത്ത് നിന്ന് മണികണ്ഠൻ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.